ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭൂകമ്പം അത് നിരവധി സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തേത് സർക്കാരാണ്. രണ്ടാമത്തേത് നമുക്കറിയാം ഏറ്റവും ഭീകരമായി ഉലഞ്ഞിട്ടുള്ളത് AMM എന്ന് പറയുന്ന സംഘടനയാണ്. അത് കൂടാതെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെയും അത് പിടിച്ചുലച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ AMMയുടെ സെക്രട്ടറി ആയിട്ട് പുതിയതായി ചാർജ് എടുത്ത് ചെകുത്താനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സിദ്ദിഖ്, അദ്ദേഹം ഈ ചെകുത്താൻ എന്നൊക്കെ പറയുന്നത് ചില പരാമർശങ്ങളിലുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനേക്കാൾ വലിയ ചെകുത്താനാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രാജിവെച്ചു. പിന്നെ കൂടാതെ നമ്മുടെ രാജിവെക്കൂല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്നിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത്, അതായത് രാവണപ്രഭുവൊക്കെ ആയിട്ടുള്ള ആറാം എടുത്ത് എഴുതിയിട്ടുള്ള രഞ്ജിത്ത്, അദ്ദേഹവും ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം, ഈ സിദ്ദിഖിൻ്റെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി വന്നൊരു ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം ഇന്നല്ല ഉന്നയിച്ചിരിക്കുന്നത്, അവരേതാണ്ട് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ഫേസ്ബുക്കിൽ അവരൊരു 14 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ അന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെക്കുറിച്ച് ഇതേ ചാനലിൽ തന്നെ നമ്മളൊരു വാർത്ത ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. 14 പേരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അതിലേറ്റവും ആദ്യത്തേത് രാജേഷ് ടച്ചറിപ്പർ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. രണ്ടാമത്തേത് നമ്മുടെ നടൻ സിദ്ദിഖാണ്. AMMയുടെ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഗുണദോഷിക്കുകയും പരാതി കൊണ്ടുവന്ന് കൊടുക്കണം, അതായത് വനിതകളൊക്കെ പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാന്യദേഹവുമാണ് സിദ്ദിഖ്. അമ്മയുടെ അടുത്ത് AMMയുടെ അടുത്ത് ഒരു പരാതിയും കിട്ടാറില്ല എന്ന് തോന്നുന്നു. വേട്ടക്കാരുടെ അടുത്ത് ആരാണ് കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്? കാരണം ഈ സിദ്ദിഖിനെതിരെ അന്ന് ഇത്തരത്തിൽ 14 പേരുടെ കൂട്ടത്തിലൊരു പേര് മാത്രമായിരുന്നു സിദ്ദിഖെങ്കിൽ ഇന്ന് രേവതി സമ്പത്ത് വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം റൂമിൽ പൂട്ടിയിട്ടുവെന്നും ഇദ്ദേഹം ഒരു ക്രിമിനലാണെന്നും അങ്ങനെ മഹാവൃത്തികെട്ട രീതിയിൽ പീഡിപ്പിച്ചതിന് ശേഷം തന്നെ ഇയാളിരുന്ന് ഉച്ചക്ക് തൈരും കൂട്ടിയിരുന്ന് ചോറ് കഴിക്കുമ്പോൾ പോലും എനിക്ക് വൈവിധ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം എന്ന് പറയുന്ന, വൃത്തികേട് പറയാൻ ഒരു മടിയുമില്ലാത്ത, അതായത് ഒരു തെറ്റ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗൊന്നും ഇല്ലാത്ത, ഇതൊക്കെ ഒരു നോർമൽ ക്രിമിനൽ ആക്ടിവിറ്റിയായി കണക്കൂട്ടുന്ന ഒരാളാണ് സിദ്ദിഖ് എന്നുള്ളതിലൊക്കെയാണ് രേവതി സമ്പത്ത് പറഞ്ഞേക്കുന്നത്. കൂടാതെ ആ രേവതി സമ്പത്ത് അന്ന് പറഞ്ഞേക്കുന്നതിൽ 14 പേരുടെ ലിസ്റ്റിൽ ഷിജു എന്ന് പറയുന്ന ഒരു നടനുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സബ് ഇൻസ്പെക്ടറായിട്ടുള്ള പൂന്തുറ സബ് ഇൻസ്പെക്ടറുടെ പേര് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ ഇനിയിപ്പോൾ ഗവൺമെൻറ് നടപടി എടുക്കുമോ, ഗവൺമെൻറ് അതിന്മേൽ കേസെടുക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ രേവതി സമ്പത്ത് നമ്മുടെ റിയാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. റിയാസ് ഖാനെ കുറിച്ച് പറഞ്ഞേക്കണത്, റിയാസ് ഖാൻ ഒരു ദിവസം രാത്രി ഒരു നമ്പർ കിട്ടിയപ്പോൾ ഉടനെ തന്നെ വിളിക്കുകയും സെക്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അത് ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞ് ഏത് പൊസിഷനാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വൃത്തികെട്ട ആഭാസന്മാരാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണെന്നും ഇത്തരത്തിൽ ആരുടെ പുറത്തും മെക്കിട്ട് കയറാമെന്നുള്ളതൊക്കെ ഇവൻ്റെയൊക്കെ തോന്നലിൽ നിന്നാണ്. എന്താണെങ്കിലും ഇപ്പോൾ ചെറിയൊരു ശമനം നമ്മുടെ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നു, സിദ്ദിഖിന് കിട്ടിയിരിക്കുന്നു. സിദ്ദിഖ് ഇപ്പോൾ മോഹൻലാലിന് കത്തയച്ചിട്ടുണ്ട്. അതായത് ഈ ആരോപണം വന്നുകൊണ്ട് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മോഹൻലാലിന് കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഊട്ടിയിലാണെന്നാണ് പറയുന്നത്. ഇനി കൂടുതൽ വിശദീകരണങ്ങൾ അദ്ദേഹം വന്നിട്ട് തരും എന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു. എന്താണ് AMMയുടെ സെക്രട്ടറി, ഇദ്ദേഹത്തിനെ കൊണ്ട് ആരെങ്കിലും പരാതി കൊടുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് പരാതി കൊടുക്കില്ല. അതുകൊണ്ടാണ് AMMയിലേക്ക് ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് സിദ്ദിഖൊക്കെ വളരെ ആവേശത്തോടുകൂടി കഴിഞ്ഞ ദിവസം ഇരുന്ന് നമ്മളെ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറെടുത്ത് ഉദ്ബോധിപ്പിച്ചത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരാൾ, നമ്മുടെ ഏറ്റവും മഹാനായിട്ടുള്ള സഖാവും അതുപോലെ തന്നെ വിപ്ലവ തീപ്പന്തവും കൂടാതെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്താണ്. രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് വളരെ ഗംഭീര പ്രതിഭയാണെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. സജി ചെറിയാനൊക്കെ ഈ മാസ് മസാല പടങ്ങൾ കാണുന്നതുകൊണ്ട് സജി ചെറിയാൻ ചിലപ്പോൾ സത്യജിത്തിനേക്കാളും മഹാനായിട്ടൊക്കെ രഞ്ജിത്തിനെ തോന്നും. അതിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രഞ്ജിത്തൊക്കെ എടുത്തിട്ടുള്ള സിനിമകൾ മുഴുവൻ പ്രതിലോമകരമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഏതാണ്ട് സ്പിരിറ്റൊക്കെ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പടം എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സിനിമകളിലും ഒരു ഫ്യൂഡൽ മാടമ്പി അതിനെയൊക്കെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു സിനിമകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമകൾ എടുത്തിട്ടുള്ള രഞ്ജിത്തിനെതിരെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ വിശദമായി പറഞ്ഞതാണ്, ഒരു ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന CPM കാരിയായിട്ടുള്ള ബംഗാളി നടി ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ രാജിവെക്കൂല എന്നൊക്കെ പറഞ്ഞു നിന്നു. സജി ചെറിയാൻ രാവിലെ വന്നിട്ട് രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ല, പരാതി എഴുതി തന്നാൽ മാത്രമേ രാജിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ബൃന്ദാക്കാരായിട്ടടക്കം CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഇതിൽ വലിയ അതൃപ്തി ഉണ്ടായി. കാരണം പിണറായി ഇങ്ങനെ സംരക്ഷിക്കുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഇത് ആകെ പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ് ഇവിടെ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി അറിയാം, അതിനുശേഷം തെറ്റ് തിരുത്താം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന വേതാളങ്ങളെയൊക്കെ ചുമക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി CPM-ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും അവരെല്ലാവരും കൈവിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ സതീദേവി വന്നിട്ട് CPM-ന്റെ അത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും CPM-നകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തിൻ്റെയും വലിയ ശക്തമായ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള സതീദേവി തന്നെ വന്ന് ഇത് നടപടിയെടുക്കണമെന്നും ഗുരുതരമായ കുറ്റമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ പാർട്ടി അപ്പം തന്നെ കൈവിടാൻ ആലോചിച്ചിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് CPI-യുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായി. എന്തിനാണ് ഈ പറയുന്ന ഇയാളെയൊക്കെ നമ്മളിനിയും ചുമക്കുന്നത്? ഇപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ ഇമേജ് ആകെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് CPI-യിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇസ്മയിലും അതുപോലെ CPI-യുടെ നേതാക്കളും ഒക്കെ തന്നെ ചിലരൊക്കെ പരസ്യമായിട്ടും ചിലരൊക്കെ രഹസ്യമായിട്ടും തന്നെ പിണറായി വിജയനെ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അരുൺ എന്ന് പറയുന്നത്, അരുൺ. ഈ അരുണും ഇതിലെ ഈ ഗവേണിംഗ് കൗൺസിലിലെ മെമ്പറാണ് ഈ ചലച്ചിത്ര അക്കാദമിയിൽ. ഈ ഗവേണിംഗ് കൗൺസിലൊക്കെ നിരവധി ആളുകളുണ്ട് കേട്ടോ. കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രേംകുമാർ ഇതിൻ്റെ വൈസ് ചെയർമാനാണ്. സിനിമയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രേംകുമാർ ഇതിൻ്റെ വൈസ് ചെയർമാനാണ്. കൂടാതെ ആഷിഖ് കപൂർ ഇതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതിലൊരാളാണ് AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അരുൺ. എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ്, മൂവാറ്റുപുഴയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അരുൺ കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം ഈ പറയുന്ന പിണറായി വിജയന് കത്ത് തന്നെ കൊടുത്തിരുന്നു. അതായത് ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കുകയും AIYF നാളെ മുതൽ അതിന് സംബന്ധിച്ച് ചില പ്രക്ഷോഭ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ നിന്നും അതുപോലെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് CPI-യുടെ ഭാഗത്തുള്ള സമ്മർദ്ദം കൊണ്ടാണ് രാജിവെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ രാജിവെക്കാൻ തീരുമാനിച്ചപ്പോൾ പിണറായിയുടെ മുഖം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും ഒടുവിൽ വരെ പിണറായി ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത പറഞ്ഞിട്ട്, അതായത് മറ്റേ പിണറായിക്കും ഈ സജി ചെറിയാൻ്റെ കമൻറ്റുകളിൽ അതൃപ്തിയുണ്ടെന്നൊക്കെ പറഞ്ഞു. സജി ചെറിയാൻ ശക്തിയുക്തം നമ്മുടെ രഞ്ജിത്തിന് വേണ്ടി നിന്നൊരാളാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പുള്ളി അഭിപ്രായം മാറ്റി. പുള്ളിക്ക് അങ്ങനെ അഭിപ്രായം മാറ്റണതിന് വലിയ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി രാവിലെ പറഞ്ഞ അഭിപ്രായം വൈകുന്നേരം ആയപ്പോൾ അങ്ങനെയല്ല പറഞ്ഞതെന്നാക്കി. പിന്നെ പിറ്റേ ദിവസം ഇന്ന് രാവിലെ ആയപ്പോൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ വളച്ചൊടിച്ചാണ് ഇത് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു. വളച്ചൊടിച്ചൊന്നുമല്ല കൊടുത്തത്. സജി ചെറിയാൻ താങ്കൾ പറഞ്ഞത് അങ്ങനെ തന്നെ ബൈറ്റായിട്ട് അവർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാധ്യമങ്ങൾ. എന്നാൽ താങ്കൾ ഇതിൽ വളരെ ഗംഭീരനായിട്ടുള്ള ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള ഡയറക്ടറാണ് രഞ്ജിത്തും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തോ തേങ്ങയാണ് രഞ്ജിത്ത് എന്നൊക്കെ ഉള്ളതൊക്കെ താങ്കൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒപ്പം പിണറായിക്കും CPM-നൊപ്പം മുഖം നഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗക്കാർ കൂടിയുണ്ട്. അത് 24 ന്യൂസാണ്. 24 ന്യൂസ് ഈ പറയുന്ന ശ്രീലേഖ മിത്ര ഏറ്റവും ആദ്യം അഭിമുഖം കൊടുത്തത് 24 ന്യൂസിനാണ്. പക്ഷേ 24 ന്യൂസിൽ അതിന് ചെറിയൊരു പണി ചെയ്തു. 24 ന്യൂസ് ചെയ്തൊരു കാര്യം, ഇവരുടെ ഈ രഞ്ജിത്തിൻ്റെ പേരങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പ്രമുഖ സംവിധായകൻ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ പാളിച്ച പറ്റി. അപ്പോൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ ഏഷ്യാനെറ്റ് ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഏഷ്യാനെറ്റ് എടുത്തിട്ട് ഇവരുടെ അഭിമുഖം കൊടുത്തു. അഭിമുഖം കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു പേര് കൊടുക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് പറയുള്ളൂ എന്ന് പറഞ്ഞു. പേര് കൊടുക്കാം എന്ന് പറഞ്ഞൊരിത് പറഞ്ഞു. ഇത് പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് ഈ നാണക്കേടിൽ നിന്ന് ഏതാണ്ട് കരകയറി വരുമ്പോഴാണ് 24 ന്യൂസ് ഇന്ന് രാവിലെ ഞാൻ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ദീപക് ധർമ്മടം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ, കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദീപക് ധർമ്മടം എന്ന് പറയുന്ന ഗംഭീരനായിട്ടുള്ളൊരു റിപ്പോർട്ടറുണ്ട് 24 ന്യൂസിൻ്റെ. ആ റിപ്പോർട്ടർ പല മരമുറി കേസുകളിലും പല കാര്യങ്ങളിലും ഒക്കെ പേര് വന്നിട്ടുള്ള ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം പിണറായി വിജയനൊക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കുകയും തിരുവോണത്തിൻ്റെ അന്ന് നിന്ന് ഊണ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം സ്വാധീനമുള്ള ഒരാളാണ് ദീപക് ധർമ്മടം. അപ്പോൾ ദീപക് ധർമ്മടം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രഞ്ജിത്ത് കോഴിക്കോട് എത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് എത്തി എന്ന് മാത്രമല്ല, രഞ്ജിത്ത് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാജിയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് രാവിലെ ദീപക് ധർമ്മടം നടത്തിയത്. ഇതേ സമയത്ത് റിപ്പോർട്ടർ ചാനലുകാർ വയനാട്ടിൽ ഈ പറയുന്ന രഞ്ജിത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആ റിസോർട്ട്, അത് രഞ്ജിത്തിൻ്റെ തന്നെയാണെന്ന് കേൾക്കുന്നു, ആ റിസോർട്ടിൻ്റെ മുമ്പിൽ ചെന്ന് അവർ നിൽക്കുകയാണ്. മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ റിസോർട്ടിൽ ജീവനക്കാർ വന്ന് വല്ല ധാർഷ്ട്യത്തോടുകൂടി ഞാൻ നിങ്ങളുടെ ക്യാമറയൊക്കെ അടിച്ചു പൊളിച്ച് കളയും, നിങ്ങളിവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന ഒരു രംഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാർഷ്ട്യമാണ് ഇപ്പോഴും രഞ്ജിത്തിൻ്റെ ആയിരിക്കും ആ റിസോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ധാർഷ്ട്യം കണ്ടിട്ട് ഏതാണ്ട് രഞ്ജിത്തിൻ്റെ അതേ ധാർഷ്ട്യം തന്നെയാണ് അവിടുത്തെ ജീവനക്കാരനും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കാണിച്ചു. ആ സമയത്ത് തന്നെയാണ് 24 ന്യൂസ് ഇവിടെ കോഴിക്കോട് രഞ്ജിത്ത് എത്തിയിട്ടുണ്ടെന്നും പക്ഷേ ഇന്ന് രാജി ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ വാർത്ത വന്നു, രഞ്ജിത്ത്
രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിത്തും എന്തായാലും രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ രാജിവെച്ചതോടുകൂടി രഞ്ജിത്തിനെയൊക്കെ ചുമന്നത് കൊണ്ട് ഏതാണ്ട് 2 പേർക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. ഒന്ന് CPM-ന്, രണ്ടാമത്തത് പിണറായി വിജയൻ പിന്നെ CPM-ൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പിണറായി വിജയൻ എന്ന് പറയാം. ആ പിണറായി വിജയന് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാൻ്റെ മുഖം നഷ്ടപ്പെട്ടു. അത് പിന്നെ പുതിയ ഒരു കാര്യമൊന്നുമല്ല. കാരണം ഒരു ലെവലില്ലാത്ത ഒരാളാണെന്നുള്ളത് കുന്തവും കുടച്ചക്രത്തിൻ്റെ പ്രസംഗവും ഒക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഭരണഘടനയിൽ. അപ്പോൾ അദ്ദേഹം ഭരണഘടന വായിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള, അതായത് സിനിമ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്, സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. ആ സിനിമയിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലെ, ഗവൺമെൻറ് വരുമാനം കിട്ടുന്ന ഇൻഡസ്ട്രിയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് പുള്ളി അത് വായിച്ചിട്ടില്ലെന്നാണ് പറയണം. കാരണം വായിച്ചു എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വായിച്ചിട്ടില്ലെന്നാണ് പറയണം. അദ്ദേഹത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ എല്ലാത്തിലും ഒരു കുഴപ്പമില്ലാതെ വേണമെങ്കിൽ ഒട്ടും പെടുമായിരുന്നില്ലാത്ത 24 ന്യൂസിൻ്റെ കൂടി മുഖം സത്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഈ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള മത്സരം കൊണ്ടായിരിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് കുറച്ചുകൂടി ആർജവത്തോടു കൂടിയും അഗ്രസീവായിട്ടും കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീലേഖ മിത്രയെ വിളിച്ചുകൊണ്ട് പോലും ഉള്ള ഇൻ്റർവ്യൂകളും അവരുടെ റിയാക്ഷൻസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 2 വിക്കറ്റുകൾ മാത്രമല്ല വീണേക്കുന്നത്, ഇതിൽ മുഖം നഷ്ടപ്പെട്ടത് CPM-നും പിണറായി വിജയനും സജി ചെറിയാനും പിന്നെ 24 ന്യൂസിനും കൂടിയാണ്.